ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് സ്റ്റേറ്റ് PSC തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായത് 1936 അത് സ്ഥാപിച്ചത് തിരുവിതാംകൂറിൻ്റെ അവസാനത്തെ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാളാണ്. അത് കേരള PSC ആയിട്ട് മാറിയത് 1956 ആദ്യത്തെ കേരള PSCയുടെ ആദ്യത്തെ ചെയർമാൻ EK വേലായുധനായിരുന്നു. കേന്ദ്ര സർക്കാർ ജോലികളിൽ നമ്മൾ പറഞ്ഞു എ ഗ്രേഡും ബി ഗ്രേഡും ഓഫീസർമാരെ നിയമിക്കുന്നത് UPSC ആണ്. എന്നാൽ അതിൽ മിഡിൽ ലെവൽ ലോവർ ലെവൽ നിയമിക്കുന്നത് SSC ആണ്. സംസ്ഥാന PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. PSCയുടെ മൊത്തം അംഗസംഖ്യയിൽ പാതി പേർ കേന്ദ്ര സർക്കാരിലോ കേരള സർക്കാരിലോ 10 വർഷമെങ്കിലും സേവനമനുഷ്ഠിച്ചിരിക്കുന്നവരായിരിക്കണം എന്ന് നിഷ്കർഷിച്ചിരിക്കുന്നു. പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 315 ഭാഗം 14. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ്. സംസ്ഥാന PSC ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റാണ്. കേരള PSCയുടെ പുതിയ ചെയർമാനാണ് MR രാജു. ഫണ്ടമെൻ്റൽ റൈറ്റിലെ റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന ഭാഗത്തിൽ 16-ാം ആർട്ടിക്കിളിൽ PSCയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു.